അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ അഞ്ചന മണിക്കട്ടിൽ എന്ന പാട്ട് എന്നോട് അനുവാദം ചോദിക്കാതെയാണ് സിനിമയിൽ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഒരു കാര്യമാണ് സ്കൂൾ കലോത്സവത്തിന് നാടൻപാട്ട് വേദിയിൽ കളമെഴുത്തുപാട്ടും നന്ദി പാട്ടും ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പൊ സ്കൂൾ കലോത്സവത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളുകൾ പറയുന്നത് ഞാനാണ് അവർക്കത് പറഞ്ഞു കൊടുത്തതെന്ന. സ്കൂൾ കലോത്സവ വേദികളിലും മറ്റു പല വേദികളിലും ആ കുട്ടികളോട് പരിപാടി അവതരിപ്പിക്കുകയും അത് ഞാനാണ് പഠിപ്പിച്ചു കൊടുത്തതെന്ന് പല വേദികളിലും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി അത്തരം കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമപരമായിട്ട് തന്നെ ഞാൻ അതിന് നേരിടും. മാത്രമല്ല ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇത്തരം കലകൾ കൃത്യമായ ആചാരാനുഷ്ഠാനങ്ങളും ഉപാസന പദ്ധതികളും ഉള്ള ആൾക്കാർ മാത്രമേ കൊണ്ടുനടക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നാടൻപാട്ട് വേദികളിൽ ഇതേമാരത്തെ ആചാരാനുഷ്ഠാന കലകൾ വെറുതെ പാടി നടന്നു പിന്നീടുണ്ടാവണ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടതായിട്ട്. പ്രത്യേകിച്ച് ഉപാസന അതൊരു പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്കും പഠിക്കുന്നവർക്കും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. ഒരു വിധത്തിൽ പറയുമ്പോൾ ശരിയുമുണ്ട് തെറ്റുമുണ്ട്. കാരണം അഞ്ചര മണി കട്ടിലുമേ എന്നുള്ള പാട്ടൊക്കെ വന്നതിന് മുമ്പ് ഇത് പാടിയത് കലോത്സവ വേദികളിൽ വെച്ചാണ് ആ പാട്ട് ഹിറ്റായത്. പിന്നെ സിനിമയിലേക്ക് വരുന്നു. കാരണം അദ്ദേഹമാണ് ആ പാട്ടിൻ്റെ ബന്ധപ്പെട്ട രചനയോ പാടിയതോ ഏതാണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. എന്നാൽ പോലും ഇദ്ദേഹത്തിനോട് അനുവാദം ചോദിച്ചിട്ട് വേണമായിരുന്നു സിനിമയിൽ ഉപയോഗിക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഈ രൂപക്കളം പഴയ ഇപ്പോൾ കലോത്സവ വേദിയുടെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ ഞാൻ കളരിപ്പയറ്റ് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ കളരിപ്പയറ്റിലും ഇപ്പോൾ ഇതേ പരാമർശം തന്നെ ഞങ്ങൾ ആശാൻ വന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ എല്ലാം ഒരു മത്സര രീതിയിലായിരിക്കുന്നു എന്നുള്ളത്. ചെസ് ബോർഡൊക്കെ ഇട്ടിട്ട് ആ പൈതൃകത്തെ ശരിക്കും നശിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ കളരിപ്പയറ്റിൽ ഉറുമിയൊക്കെ എടുക്കുമ്പോൾ ചെറിയ ഉറുമികളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതൊരു ഷോയ്ക്ക് വേണ്ടി എന്തുണ്ട് ഉറുമിയെ കണ്ട് നിലത്ത് ടച്ച് ചെയ്യാൻ പാടില്ലെന്നോ ഉരയ്ക്കാൻ പാടില്ല അങ്ങനെയൊക്കെ കണ്ട് റൂൾസൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അതുപോലെ ഈ പുതിയ കലോത്സവ വേദികൾ ഇപ്പോഴത്തെ രീതികളും പഴയ കളരിപ്പയറ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ പറഞ്ഞ കളമെഴുത്തുപാട്ടൊക്കെ ആയിക്കോട്ടെ, പക്ഷെ അവർ നശിപ്പിക്കുന്ന രീതി അത് കണ്ടുവരുന്നുണ്ട്. എന്നുവെച്ചാൽ എല്ലാവരും അങ്ങനെ അല്ല എന്നല്ല കേട്ടോ, അതേ ഒരു രീതിക്കും ചിലർ നശിപ്പിച്ചു വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ചിലപ്പോൾ ആ പാട്ട് അനുമതി ചോദിക്കണമായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ പേര് എവിടെയും പരാമർശിച്ചിട്ടില്ല പാട്ടിലൊന്നും. അപ്പോൾ ഈ പാട്ടിൽ അതും ഒരു പോരായ്മയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അഞ്ചന മണി കട്ടിലുമേ ആ പാട്ടുകൾ വൈറലായതിനു ശേഷം കുട്ടികളും പാടുന്നുണ്ട്. അഭിജിത്ത് സേതു എന്ന് പറഞ്ഞ വ്യക്തിയും പാടും. ഒരിക്കൽ പോലും ഇദ്ദേഹത്തിൻ്റെ പേര് പോലും പറയുന്നില്ല. അത് ഇങ്ങേരുടെ പാട്ടാണെന്ന് പോലും ആ കുട്ടികളോ പഠിപ്പിച്ചു കൊടുത്ത ആളോ പറയില്ല. അദ്ദേഹത്തോടുള്ളൊരു അനാദരവ് കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്.